മഹാഭാരത യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? വാസ്തവത്തിൽ ഇതുവരെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഇതിഹാസമാണ് മഹാഭാരതം. സംസ്കാരത്തിലും ആചാരങ്ങളിലും ഇന്നത്തെ ആളുകളുടെ പെരുമാറ്റത്തിൽ പോലും അതിന് ആഴത്തിൽ വേരൂന്നിയ സ്വാധീനമുണ്ട്. മനുഷ്യചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായ കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവർ വിജയിച്ചു, കൗരവർ പരാജയപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. പാണ്ഡവർ വിജയിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് അതിജീവിച്ചത്? പാണ്ഡവർ ഹസ്തിനപുരിയിൽ എത്ര കാലം ഭരിച്ചു? 18-ാം ദിവസം പാണ്ഡവർ കൗരവരുടെ മുഴുവൻ സൈന്യത്തെയും വധിച്ചതിന് ശേഷം യുദ്ധത്തിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇതിനെക്കുറിച്ചറിഞ്ഞ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിതുരനും സഞ്ജയനും ചേർന്ന് യുദ്ധക്കളം സന്ദർശിക്കുന്നു. യുദ്ധക്കളത്തിൽ അവർ ശ്രീകൃഷ്ണനെയും പാണ്ഡവരെയും കണ്ടുമുട്ടുന്നു. തങ്ങളുടെ പുത്രന്മാരുടെ മൃതദേഹങ്ങൾ ചുറ്റും കിടക്കുന്നത് കണ്ട് രാജകീയ ദമ്പതികൾ തകർന്നു പോകുന്നു. ഗാന്ധാരി ഈ സാഹചര്യം കണ്ട് കരഞ്ഞപ്പോൾ മനുഷ്യ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള അറിവ് കഥകളിലൂടെ നൽകി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും അവരിൽ ഒരു സ്വാധീനവും ഇത് ചെലുത്തിയില്ല. ഗാന്ധാരിക്ക് ആശ്വാസം ലഭിച്ചില്ല. കൃഷ്ണ, ഇപ്പോൾ സന്തോഷവനായോ? അവൾ ചോദിച്ചു. നിന്റെ തന്ത്രങ്ങളാണ് എൻ്റെ എല്ലാ മക്കളെയും കൊന്നത്. അങ്ങനെയല്ല, കൃഷ്ണൻ മറുപടി പറഞ്ഞു. അവരുടെ കർമ്മം അവരെ കൊന്നു. അവരുടെ പ്രവൃത്തികളുടെയും അവർ നടത്തിയ ദുഷ്ട തെരഞ്ഞെടുപ്പുകളുടെയും അനന്തരഫലങ്ങൾ. എന്നാൽ മരണത്തിൽ അവർ രൂപാന്തരപ്പെടുന്നു. അവർ സ്വർഗത്തിലാണെന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ വാക്കുകൾക്ക് അർത്ഥമില്ല, ഗാന്ധാരി വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ പ്രവൃത്തികൾക്കും അനന്തരഫലങ്ങളുണ്ട്. എൻ്റെ ശാപം കേൾക്കൂ. നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ആളുകളും പരസ്പരം നശിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് മരിക്കേണ്ടി വരും. വരാനിരിക്കുന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. കാരണം വരാനിരിക്കുന്ന ആ സംഭവങ്ങളെക്കുറിച്ച് ഇതിനകം അവൻ അറിയാമായിരുന്നു. എല്ലാ പ്രവൃത്തികൾക്കും അനന്തരഫലങ്ങളുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധാരിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ശ്രീകൃഷ്ണനോട് ഗാന്ധാരി ക്ഷമാപണം നടത്തി. പാണ്ഡവരുടെ സമീപം നിന്ന കുന്തി കർണന്റെ ജനനകഥ പറഞ്ഞപ്പോൾ പാണ്ഡവർ സ്തബ്ധരായി. യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ എന്നിവർക്കിപ്പോൾ കർണൻ തങ്ങളെ യുദ്ധക്കളത്തിൽ എന്തിന് ഒഴിവാക്കി എന്ന് മനസ്സിലായി. അത് കുന്തിക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. ഒരു സഹോദരനെ പോലെ സ്നേഹിക്കേണ്ട കർണനെ വെറുക്കാൻ ചെലവഴിച്ച വർഷങ്ങൾ അർജുനൻ ഓർത്തു. എന്തുകൊണ്ടാണ് അമ്മേ ഞങ്ങളോട് പറയാതിരുന്നത്? അർജുനൻ കുന്തിയോട് ചോദിച്ചു. കൃഷ്ണൻ അവർക്ക് വേണ്ടി ഉത്തരം പറഞ്ഞു. അവൾ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ യുദ്ധം ചെയ്യുമായിരുന്നില്ല. പക്ഷേ നീ യുദ്ധം ചെയ്യണമായിരുന്നു. അത് ധർമ്മമായിരുന്നു. എല്ലാം അങ്ങനെ തന്നെ. പിന്നെ അവർ കർണനെ ഒരു വീരപുരുഷന്റെ ശവസംസ്കാരം നൽകി ആദരിച്ചു. അശ്വത്ഥമ്മാവിന്റെ ആക്രമണത്തിൽ 7 യോദ്ധാക്കൾ മാത്രമേ അതിജീവിച്ചുള്ളൂ. 5 പാണ്ഡവർ കൂടാതെ 2 യാദവർ. ഒന്ന് കൃഷ്ണൻ, മറ്റേത് സാത്യകി. രാത്രിയിൽ തലയറുത്ത തൻ്റെ പുത്രന്മാരുടെ മൃതദേഹങ്ങൾ കണ്ട് ദ്രൗപദി വിലപിച്ചു. അവളുടെ സഹോദരൻ ദൃഷ്ടദ്യുമ്നന്റെ സാരഥി ഇതെല്ലാം കണ്ടു. അശ്വത്ഥമ്മാവാണ് ഇത് ചെയ്തത്, അയാൾ പറഞ്ഞു. അവനാണ് കുട്ടികളെ കൊന്നത്. പ്രതികാരമായി അശ്വത്ഥമ്മാവിന്റെ തല എനിക്ക് വേണം, ദ്രൗപദി വിലപിച്ചു. ഇല്ല, കൃഷ്ണൻ പറഞ്ഞു. കൊലപാതകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവനെ ജീവനോടെ പിടികൂടുക. മരണത്തെക്കാൾ കഠിനമായ ശിക്ഷ നമുക്ക് അവന് നൽകാം. നാഗരികതയിൽ നിന്നും അവൻ പുറത്താക്കപ്പെടും. മനുഷ്യരാശി അവനെ അകറ്റി നിർത്തും. ഞാൻ അവനെ ശപിക്കുന്നു. പാണ്ഡവന്മാർ തങ്ങളുടെ മൂത്തവരെ ആദരിക്കാൻ ഹസ്തിനപുരത്തെത്തിയപ്പോൾ ധൃതരാഷ്ട്രർ വികാരങ്ങളുടെ ഒരു കലർന്ന മിശ്രിതത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. തൻ്റെ പുത്രന്മാർ നഷ്ടപ്പെട്ട ദുഃഖം, തൻ്റെ രാജവംശത്തിൻ്റെ നാശം, ദുര്യോധനന്റെയും മറ്റ് നിരവധി കൗരവരുടെയും മരണത്തിന് ഭീമനാണ് കാരണം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. മൂത്തവനായ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരുടെ നഷ്ടത്തിൽ അഗാധമായ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും യുദ്ധം ദ്രോഹം കൊണ്ടല്ല അനിവാര്യത കൊണ്ടാണ് നടന്നതെന്നും പറയുന്നു. ധൃതരാഷ്ട്രർ അയാളുടെ വാക്കുകൾ സ്വീകരിച്ചതായി തോന്നി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം അടക്കാനാവാത്ത കോപത്താൽ ജ്വലിച്ചു, പ്രത്യേകിച്ച് ഭീമനോട്. ധൃതരാഷ്ട്രയെ അഭിവാദ്യം ചെയ്യാനുള്ള ഭീമന്റെ ഊഴമായപ്പോൾ രാജാവിൻ്റെ അടക്കാനാവാത്ത കോപം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു ആലിംഗനത്തിൻ്റെ മറവിൽ വ്യാസപുത്രനായി ജനിച്ചതിൻ്റെ സമാനമായ തൻ്റെ അപാര ശക്തി ഉപയോഗിച്ച് ഭീമനെ തകർത്തു കൊല്ലാൻ ധൃതരാഷ്ട്രർ ഉദ്ദേശിച്ചു. ധൃതരാഷ്ട്രരുടെ കൊലപാതക ഉദ്ദേശം മനസ്സിലാക്കിയ കൃഷ്ണൻ ഇടപെട്ടു. ഭീമനെ പെട്ടെന്ന് തന്നെ മാറി നിൽക്കാൻ നിർദ്ദേശിക്കുകയും പകരം ഒരു ഇരുമ്പ് പ്രതിമ അവിടെ വയ്ക്കുകയും ചെയ്തു.
പകരം വെക്കൽ എന്താണെന്നറിയാതെ ധൃതരാഷ്ട്രർ തന്റെ മുഴുവൻ ശക്തിയോടെ പ്രതിമയെ ആലിംഗനം ചെയ്തു. ഭീമനെ കൊന്നുവെന്ന് വിശ്വസിച്ച് അദ്ദേഹം ഇരുമ്പ് പ്രതിമയെ കഷ്ണങ്ങളാക്കി. തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച ശേഷം താൻ നശിപ്പിച്ച രൂപം ഭീമനല്ലെന്ന് ധൃതരാഷ്ട്രർ മനസ്സിലാക്കി. ഞെട്ടിപ്പോയി, ലജ്ജിച്ചു. കുറ്റബോധവും ദുഃഖവും കൊണ്ട് അയാൾ തകർന്നിരുന്നു. ധൃതരാഷ്ട്രർ തന്റെ കോപത്തിന്റെ ആഴം മനസ്സിലാക്കി. തന്റെ പ്രവർത്തികളിൽ അഗാധമായ പശ്ചാത്താപം പ്രകടിപ്പിച്ചു. ചിന്തയിൽ തന്നെ ഒരു കൊലപാതകിയാക്കി മാറ്റിയതിൽ അദ്ദേഹം വിലപിച്ചു. ഭാര്യ ഗാന്ധാരി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പക്ഷേ മക്കളെ നഷ്ടപ്പെട്ടതിലുള്ള അവളുടെ ദുഃഖം ആ നിമിഷത്തിന്റെ ദുരന്തത്തെ കൂടുതൽ ആഴത്തിലാക്കി. ധൃതരാഷ്ട്രരുടെ വികാരങ്ങൾ അറിഞ്ഞ ഭീമൻ ഇത്തവണ ആരും ശ്രദ്ധിക്കാതെ വീണ്ടും രാജാവിനെ സമീപിക്കാൻ തീരുമാനിച്ചു. ഭീമൻ ധൃതരാഷ്ട്രരോട് പിന്നീട് കോപം പ്രകടിപ്പിച്ചില്ല. കൗരവനാശത്തിൽ ധൃതരാഷ്ട്രരുടെ പങ്ക് അംഗീകരിച്ചുകൊണ്ട് ഭീമൻ ധൃതരാഷ്ട്ര മുന്നിൽ മുട്ടുകുത്തി. എന്നാൽ ധർമ്മം നിലനിർത്തുന്നതിനാണ് യുദ്ധം നടത്തിയതെന്ന് ഊന്നിപ്പറയുന്നു. തന്റെ ദുഃഖം അവശേഷിച്ചെങ്കിലും ധൃതരാഷ്ട്രർ ഭീമനോട് ക്ഷമിക്കുന്നു. മരിച്ച എല്ലാ യോദ്ധാക്കളുടെയും ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എല്ലാ പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനോടൊപ്പം ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. മൂത്ത പാണ്ഡവനായ യുധിഷ്ഠിരൻ യുദ്ധത്തെക്കുറിച്ചുള്ള തന്റെ കുറ്റബോധം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. രാജാവിന്റെ സ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം മടിച്ചു നിന്നു. യുദ്ധത്തിൽ അർജുനൻ കൊന്ന ദുര്യോധനന്റെ സുഹൃത്തായ കർണൻ തന്റെ സ്വന്തം സഹോദരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രത്യേകിച്ച് വിമുഖത കാണിച്ച യുധിഷ്ഠിരനെ ശ്രീകൃഷ്ണൻ വളരെയധികം നിർബന്ധിപ്പിച്ച് ഹസ്തിനപുരിയുടെ പുതിയ രാജാവായി കിരീടധാരണം ചെയ്യിപ്പിച്ചു.